പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്ത് കാക്കത്തൊള്ളായിരം സംഘടനകളുണ്ട്. ഉണ്ടായ കാലം തൊട്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം നാം ഇടപെടുന്നുമുണ്ട്. വോട്ടിങ്ങിനായി നാം ശബ്ദമുയർത്തി, അത് അനുവദിക്കപ്പെട്ടു. എന്നാൽ നാട്ടിലെത്താൻ സാധിക്കാത്ത പ്രവാസികൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ വോട്ടിംഗ് അനുവദിക്കണം എന്ന പ്രധാന ആവശ്യമാണ് ഇപ്പോൾ ശബ്ദമുയർത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നിരാഹാരമനുഷ്ഠിക്കുന്ന ഗ്ലോബൽ ഇന്ത്യ ഫോറത്തിന്റെ രാജീവ് ജോസഫിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിതാക്കത്ത് മൂലം ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോകുന്ന കൊല്ലം ഓയൂർ സ്വദേശി നസീർ ഖാന് ജിസാൻ പ്രവാസി കോഓർഡിനേറ്റർ കമ്മിറ്റി എയർ ടിക്കറ്റ് നൽകി. ഒരു വർഷം മുൻപാണ് വീട്ടു ഡ്രൈവർ വിസയിൽ നാട്ടിൽ നിന്നും അബൂ റുഷിൽ എത്തിയത്. ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം സ്പോൺസർഷിപ്പ് മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇക്കാമയും പാസ്പോർട്ടും 6 മാസം മുമ്പ് വാങ്ങിയെങ്കിലും നിതാക്കത്ത് ഇളവ് കാലാവധി തീർന്ന ശേഷം തിരികെ നൽകുകയായിരുന്നു. ജോലിയിൽ തുടരുന്നതിനോ നാട്ടിൽ പോകുന്നതിനോ കഴിയാതെ ദുരിതത്തിലായിരുന്ന നസീർ ഖാന് പ്രവാസി കോഓർഡിനേറ്റർ കമ്മിറ്റി ഭാരവാഹികൾ ഇടപെട്ട് സ്പോൺസറുമായി ബന്ധപ്പെട്ടാണ് നാട്ടിൽ പോകാൻ വഴിയൊരുക്കിയത്. നോർക്കയുടെ സൗജന്യ വിമാന ടിക്കറ്റിന് നസീർ അപേക്ഷിച്ചിരുന്നുവെങ്കിലും സമയപരിധി കഴിഞ്ഞതിനാൽ അതും ലഭിച്ചില്ല. ജിസാനിൽ നടന്ന ചടങ്ങിൽ കമ്മിറ്റി ചെയർമാൻ ഹാരിസ് കലായി എയർ ടിക്കറ്റ് നസീറിന് കൈമാറി. സലീം ആറ്റിങ്ങൽ, ഡോക്ടർ മുബാറക് സാനി, എം താഹ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിതാക്കത്ത് നിയമത്തിന്റെ ഭാഗമായി 18 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി ബാബുവിന് നവോദയ കോബാർ ഘടകത്തിന് കീഴിലുള്ള സിൽവർ ടവർ യൂണിറ്റ് യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 18 വർഷമായി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ബാബു നവോദയ സിൽവർ ടവർ യൂണിറ്റ് ട്രഷറർ, അക്രബിയ മേഖലാ കമ്മിറ്റി അംഗം എന്നിവയായി പ്രവർത്തിക്കുന്നു. നവോദയയുടെ കാരുണ്യഹസ്തം പദ്ധതിയുടെ ഭാഗമായി നവോദയ കോബാർ സാമൂഹ്യക്ഷേമ വിഭാഗമാണ് യാത്രയ്ക്കുള്ള വിമാന ടിക്കറ്റ് നൽകിയത്. സിൽവർ ടവർ യൂണിറ്റ് പ്രസിഡന്റ് ഷാജി പാലോഡ് യൂണിറ്റിന്റെ പാരിതോഷികം ബാബുവിന് കൈമാറി. നവോദയ കോബാർ ഏരിയ സെക്രട്ടറി റഹീം മടത്തറ, കേന്ദ്ര കമ്മിറ്റി അംഗം സുധാകരൻ കായംകുളം, ഏരിയ ട്രഷറർ ത്യാഗരാജൻ കൊല്ലം, യൂണിറ്റ് സെക്രട്ടറി നസൂമുദ്ദീൻ, അക്രബിയ മേഖലാ നേതാക്കളായ വിജയകുമാർ, സലീം, ലിജോ എന്നിവർ പങ്കെടുത്തു. ഷാജി പാലാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സ്വാഗതവും ബാബു നന്ദിയും പ്രകാശിപ്പിച്ചു. കുവൈറ്റിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനും കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് അബു ഖലീഫ സി യൂണിറ്റ് അംഗവുമായിരുന്ന കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ തങ്കച്ചൻ യോഹന്നാന്റെ കുടുംബത്തെ സഹായിക്കാൻ കലാ കുവൈറ്റ് പ്രവർത്തകർ സ്വരൂപിച്ച കുടുംബസഹായ നിധി 1,40,000 രൂപ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ഭാര്യയ്ക്കും മക്കൾക്കും കുവൈറ്റ് കലാ ട്രസ്റ്റ് മുൻ ട്രഷറർ എസ് രാജേന്ദ്രൻ കൈമാറി. കുവൈറ്റ് കലാ ട്രസ്റ്റ് സെക്രട്ടറി മധു ഇളമാട്, CPM നേതാക്കളായ ജോൺസൺ, കുര്യൻ, PV ഡാനിയൽ, അശോകൻ, സത്യൻ എന്നിവരും സംബന്ധിച്ചു. കലാ കുവൈറ്റിന്റെ ആദ്യഘട്ട സഹായമായ ക്ഷേമനിധി തുക 1,00,000 രൂപ ഒക്ടോബർ മാസം ആയിഷ പോറ്റി MLA കുടുംബത്തിന് നൽകിയിരുന്നു. 7 വർഷം മുമ്പ് സൗദിയിലെ ദമാമിലേക്ക് പോയ കർണാടക കുടക് സ്വദേശി അബ്ദുൾ അസീസിനെ തേടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും പ്രവാസ ലോകത്തിൽ എത്തിച്ചേർന്നത്. 6 വർഷമായി ഇദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു വിവരവും തന്നെ ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. അവരോട് തന്നെ ചോദിച്ചറിയാം ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ്. അബ്ദുൽ അസീസ് ഇതിനു മുമ്പ് പോയിണ്ടോ? ഇല്ല, ഇതന്നെ ഫസ്റ്റ് പോയത് തന്നെ ആദ്യമായിട്ട് പോയതാ. എന്ത് പഠിക്കാരനാ? ഇവിടെ കൂലിപ്പണി എടുത്തോണ്ട്. ചെന്ന ഉടനെ കത്തും ഒക്കെ ഉണ്ടായിരുന്ന? ഒരു വർഷം കാശൊക്കെ അയച്ചു. അവിടെ എന്ത് പണിയാ മുമ്പ് എടുത്തത്? പണിയൊന്നും പറഞ്ഞിട്ടില്ല. പണിയില്ലാണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായി, ഞങ്ങളോട് ഗോഡൌണിലുണ്ടായിരുന്നു. എന്താ സപ്ലൈ ചെയ്തൊന്നും ഉണ്ടായിരുന്നു. നല്ല പണി, മാസത്തിന് 15,000 രൂപ ശമ്പളം ഉണ്ട് എന്നെല്ലാം ഒന്ന് പറഞ്ഞു. അങ്ങനെ 12 മാസം കറക്റ്റ് ഒന്ന് പണം അയച്ചില്ല. പോസ്റ്റ് ഓഫീസിൽ അയക്കും. മാസത്തിന് 15,000 രൂപ നമുക്ക് അയച്ചുകൊണ്ടുണ്ടായിരുന്നു. ആ 12 മാസം പൈസ അയച്ചിട്ട്
13ാമത്തെ മാസം ഒന്ന് ഉമ്മനോട് രാത്രി 10:30 മണിക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഞാൻ മാറിയിട്ട് പോന്ന്, പക്ഷേ ഒരു 20 ദിവസത്തേക്ക് ഞാൻ ഫോൺ വിളിക്കൂല, ഈ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടൂല പറഞ്ഞു. അപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടുള്ള നമ്പർ നമ്മുടെ അടുത്തുണ്ടായി. പക്ഷേ ഞങ്ങൾ 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് തിരിച്ചെടുക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ നമ്മളെ കുട്ടികൾ അവിടെ നമ്മുടെ നാട്ടിലെ എർമാട് കുട്ടികൾ അവിടെ ഉണ്ട്, സൗദിയിലുണ്ട്. അവർക്ക് എല്ലാ കുട്ടികളോടും ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്, ഒന്ന് അന്വേഷിക്കണം. അങ്ങനെ ഓന റൂമിലേക്ക് ഇവർ പോയിരുന്നു. ഓന റൂമിലേക്ക് പോയിട്ട് അന്വേഷിക്കുമ്പോൾ പറഞ്ഞു അവിടെ 3-4 പേര് ഉണ്ടായി. ഓരോട് അന്വേഷിക്കുമ്പോൾ പറഞ്ഞു അപ്പം മുന്നേ പോയിനി, ഈ കുട്ടികളും മുന്നേ പോയിട്ട് ഓരോട് എല്ലാവരോടും ആ റൂമിൽ ബാക്കി പറഞ്ഞു. ഹജ്ജ് പെരുന്നാൾക്ക് പോയിട്ട് ഊണെല്ലാം ആയിട്ട് കഴിച്ചിട്ട് വന്നത് 10-5-8 ആൾ ഡിന്നറെല്ലാം ആക്കിയിട്ട് ഒരു പറഞ്ഞു. അതേ ടൈമിൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്താക്കി, രണ്ടാമത് ഇവർ പോയി അടുക്ക് 2-3 ആൾ പോയിട്ട് ചോദിക്കുമ്പോൾ അബ്ദുൽ അസീസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അബ്ദുൽ അസീസ് ഇവിടുന്ന് പോയിട്ട് 2-3 മാസമായി, എവിടെ പോയിന് നമുക്ക് ഒന്ന് പോന്നു അറിയില്ല, നമുക്ക് പോന്നു വിളിച്ചിട്ടില്ല. എന്നിട്ട് തിരിച്ചിട്ട് എനിക്ക് പോന്നു വിളിച്ച് ആടെ ഇല്ല, ആടെ മാറിയിട്ട് പോയിനി. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ പിന്നെ ഉമ്മാക്ക് പോന്നു വിളിച്ചിന് രാത്രി 10:30 മണിക്ക്, ഞാൻ ഈ സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോന്നു, ഞാൻ പിന്നെ പോന്നു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഉമ്മാക്ക് എന്നെ അടിച്ചാൽ കിട്ടൂല, ഉമ്മ എന്നെ ഈ മൊബൈലിൻ്റെ നമ്പറിൽ ഉമ്മ അടിച്ചാൽ കിട്ടൂല, ഞാൻ ഇവിടുന്ന് മാറുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട മോനെ. അപ്പോൾ വിളിക്കും. ആ കാലത്ത് വിളിച്ചു ഈ ഇതുപോലെ പോയതിനെ പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കല്ലേ? അതുപോലെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് അതുപോലെ പറയൂ, നീ വിളിക്കണ്ട, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവാണെന്ന്. ഈ സ്ഥലത്തുനിന്ന് ഞാൻ മാറിയിട്ട് പോകുന്നുണ്ട്. പിന്നെ വിളിച്ചിട്ടില്ല? ഒരു വിവരവും നിങ്ങൾ തന്നെ എട്ടത്തിലും ഇല്ല. 6 വർഷത്തൊന്നും സൗണ്ട് കേട്ടിട്ടില്ല. ഈ കുട്ടീനെ 3 മാസത്തെ ഗർഭത്തിൽ പോയി, കുട്ടീനെ കണ്ടിട്ടില്ല, ചെറിയ കുട്ടീനെ. ഇപ്പം 6 വർഷം അയ്യോക്ക് ഈ സ്കൂളിൽ അതാണ് കുട്ടി മദ്രസയിൽ. അയാൾ പൊതുവെ ആളെങ്ങനെയാണ്? പൊതുവെ നല്ല മനുഷ്യനാണ്. ആള് ഇവിടെ ഉണ്ടാവും, കൂലിപ്പണിക്കെല്ലാം പോകുന്നുണ്ടാവും. നല്ല അങ്ങനത്തെ ഒരു ഇത് വെളുക്ക് പണിക്ക് പോകുന്നതെന്നല്ല. ഒന്ന് ജോലി ചെയ്താൽ നേരം വീട്ടിലേക്ക് വരും, കഞ്ഞോ വെള്ളം എന്തെങ്കിലും കുടിക്കും. നിങ്ങൾ വേറെ ഇതിലും അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല? പോലീസിലോ? പോലീസ് അതിലൊന്നും കൊടുത്തില്ല. ഗവൺമെന്റിൽ കൊടുത്താ? ഇല്ല, കൊടുത്തില്ല. MP-മാർക്കോ അവിടുത്തെ കൂടെ ആർക്കും കൊടുത്തിട്ടില്ല. ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. 6 കൊല്ലങ്ങൾ നമ്മളെന്താ ഒരു വിഷയം പറഞ്ഞു തോന്നുന്നു പോകുമ്പോ, ഞാൻ 5 കൊല്ലം കഴിഞ്ഞിട്ടേ വരുന്നു, ഞാൻ നല്ലോണം സമ്പാദനാക്കിയിട്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നു, പിന്നെ തിരിച്ചു പോകുന്നില്ല. അന്ന് ഒരു വിഷയം പറഞ്ഞു. അപ്പം നമ്മളെന്താ ഒരു 5 കൊല്ലം കഴിഞ്ഞല്ല, കഴിഞ്ഞ ബെറുവായിരിക്കും, സുഖത്തിൽ ഉണ്ടാവും പറഞ്ഞിട്ട് നമ്മൾ കൂലിപ്പണി ഇട്ടിട്ട് അങ്ങനെ. അപ്പം എന്താ നമ്മൾ ഉപ്പാട് പറയാ? ഞാനെന്താ പറയണ്ടേ? നിങ്ങൾ പറയും കാരണം എന്ന് പറയാം കേട്ടോ. ദമ്മാമിലെ പ്രവാസലോകം പ്രവർത്തകരോടും പ്രേക്ഷകരോടും കുടകിൽ നിന്ന് വന്ന ഇവർ ഒരു ദീർഘ യാത്ര ചെയ്ത് സ്റ്റുഡിയോയിൽ എത്തിയത് എനിക്ക് ആ പിതാവിൻ്റെ വർത്തമാനം, നിഷ്കളങ്കമായിട്ടുള്ള വർത്തമാനം കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. 5 വർഷം കഴിഞ്ഞ് ഞാൻ സമ്പന്നനായി തിരിച്ചെത്തുമെന്ന് പറഞ്ഞ മകനെ കാത്തിരിക്കുന്ന പിതാവും മാതാവും ഭാര്യയും മക്കളുമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അദ്ദേഹം ഉപ്പാട് ഉറപ്പിച്ച് പറഞ്ഞു പോയി, 5 വർഷം കഴിഞ്ഞാൽ ഞാൻ സമ്പന്നനായി തിരിച്ചു വരും, പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഒരു സ്ഥലത്തേക്കും പോകുകയില്ല. വർഷം 7 കഴിഞ്ഞിട്ടും യാതൊരു വിവരവും ഇപ്പോൾ അബ്ദുൽ അസീസിനെ കുറിച്ചില്ലാതായിരിക്കുന്നു. 6 വർഷമായിട്ട് അബ്ദുൽ അസീസ് എവിടെയാണെന്ന് പോലും ഈ കുടുംബത്തിന് നിശ്ചയമില്ലാതായിരിക്കും. ചെറിയ മക്കൾ, പ്രാരാബ്ദം നിറഞ്ഞ ജീവിതം, കൂലിപ്പണിക്ക് പോകുന്ന പിതാവ്, ഇങ്ങനെയുള്ളൊരു ചിത്രമാണ് ഈ പ്രവാസിയുടെ ഇതായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങൾ ആയിരക്കണക്കിന്,
അതിൽ അപ്രത്യക്ഷമാകുന്ന മറ്റൊരു ചിത്രം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് എത്ര ദുരന്തപൂർണ്ണമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. അബ്ദുൽ അസീസ് എന്ന് പറയുന്ന വ്യക്തി സാധാരണ കൂലിപ്പണിക്കാരനായ വ്യക്തി, ജോലി തേടിപ്പോയി കൃത്യമായി വീട്ടിലേക്ക് പൈസ അയച്ചിരുന്ന അദ്ദേഹം വേറെ ഏതോ ജോലി അന്വേഷിച്ചു പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത്. എവിടേക്കാണെന്നോ എന്തിനാണെന്നോ ഒരു നിശ്ചയവും ഈ കുടുംബത്തിനോ അദ്ദേഹത്തെ പരിചയമുള്ളവർക്കോ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ പ്രധാനമായിട്ടും അബ്ദുൽ അസീസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ദമാമിലെ പ്രവാസലോകം പ്രവർത്തകർക്കും പ്രേക്ഷകരുടെയും മുന്നിലുള്ള പ്രധാന കടമ. അബ്ദുൽ അസീസ് ദമാമിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദമാമിലല്ലെങ്കിൽ ദമാമിനടുത്തുള്ള ഏതെങ്കിലും ചെറിയ പട്ടണങ്ങളിൽ ജോലി അന്വേഷിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടാവും. കുറച്ച് കാശ് സമ്പാദിച്ച് നാട്ടിലേക്ക് വരാനായിരിക്കാം അദ്ദേഹം കാത്തിരിക്കുന്നത്, നമുക്കറിയില്ല. പക്ഷേ നിങ്ങൾ കാശുകാരനായിട്ട് വരുമ്പോൾ നിങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഭക്ഷണം കഴിക്കാതെ ആരോഗ്യം നഷ്ടപ്പെട്ടവരും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ പിതാവും നിങ്ങളുടെ മാതാവുമെല്ലാം ഒരു ജീവിതവൃത്തിയും കാണാതെ കഷ്ടപ്പെടുന്നവരുമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അബ്ദുൽ അസീസിനോട് എനിക്ക് പറയാനുള്ളത്, മതി, നാട്ടിൽ വന്നാലും ഈ പൈസയൊക്കെ കിട്ടും, യാതൊരു സംശയമില്ല. നിങ്ങളെപ്പോലെ കഠിനാധ്വാനിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം കേരളവും കുടകും ഒക്കെ ജീവിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. വേല ചെയ്താൽ കൂലി കിട്ടുന്ന രാജ്യമാണ് കേരളം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബത്തെ പോറ്റാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളെ കുടുംബത്തോടൊപ്പം കഴിഞ്ഞ് നിങ്ങളെ കുടുംബത്തെ പോറ്റാനുള്ള വേതനം കിട്ടുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അബ്ദുൽ അസീസ് നാട് പിടിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അബ്ദുൽ അസീസിനെ കണ്ടുമുട്ടുന്നവർ അദ്ദേഹത്തെ ഉപദേശിച്ച് നാട്ടിലേക്ക് അയക്കണം. നിങ്ങളുടെ മുന്നിലെ നിങ്ങളുടെ എല്ലാ കുടുംബത്തെയും ഞാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവരെ നോക്കി, ഇവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ തീരുമാനിക്കണം ഞാൻ തിരിച്ചു വരണോ വേണ്ടേ എന്നുള്ളത്. നിങ്ങളെ മക്കൾ 3 പേരും പറയുന്നു നിങ്ങൾ വരണമെന്ന്, നിങ്ങളെ ഭാര്യ പറയുന്നു, നിങ്ങളെ പിതാവ് പറയുന്നു, നിങ്ങളെ മാതാവ് പറയുന്നു, ഞങ്ങളും അവരെ കൂടെ പറയുന്നു നിങ്ങൾ വരിക. പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുൽ അസീസ് തിരിച്ചു വരിക, ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 16 വർഷങ്ങൾക്ക് മുമ്പ് പുനലൂരിലെ സ്വന്തം വീട്ടിൽ നിന്നും അജി ജോലിക്കായി സൗദിയിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം ആദ്യത്തെ 4 വർഷം അജി അച്ഛനും അമ്മയും എല്ലാം വിളിക്കുകയും അവരുമായിട്ട് ഫോണിൽ സംഭാഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 12 വർഷമായി സ്വന്തം മകനായ അജികുമാറിനെ കുറിച്ച് യാതൊരു വിവരവും തന്നെ ഈ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നില്ല. ഇന്ന് ആ കാരണത്താലാണ് ഈ അച്ഛനും അമ്മയും ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. അജികുമാറിൻ്റെ തിരിച്ചുവരവ് മാത്രമാണ് ഇവരുടെ ഏക ലക്ഷ്യം. അതുമാത്രമേ ഉള്ളൂ ഇവരുടെ സങ്കടത്തെ ഒഴിവാക്കാൻ പറ്റുന്നത്. ചോദിച്ചറിയാം അജികുമാറിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ്. അജികുമാർ ടോട്ടലായിട്ട് എത്ര വർഷമായി പോയിട്ട്? 16 വർഷം കഴിച്ചു. 16 വർഷമായി. ഈ സ്ഥലം സൗദിയിൽ ജിസാനിൽ തന്നെയാണോ 16 വർഷം? അതെ. അല്ലാണ്ട് വേറെ സ്ഥലങ്ങളിലൊന്നും പോയി എങ്ങും മാറിയിട്ടില്ല. അവിടെ ഉണ്ടാള്? അവിടെ ഉണ്ടാള്. അപ്പോൾ ഈ 16 വർഷത്തിലിടക്ക് ഇപ്പോൾ എത്ര വയസ്സായിണ്ടാവും അവൾക്ക്? 42 വയസ്സ് അകത്തുണ്ട്. കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം നമ്മുടെ അറിവിൽ മാറിയിടല്ല. എത്ര മക്കളുണ്ട്? എനിക്ക് 4 മക്കള്. അതിൽ മൂത്ത ആളാണ് അയാൾ? അല്ല, രണ്ടാമത്തെ ആള് അജിത് കുമാർ അല്ലേ? അജികുമാർ. അപ്പോൾ 4 വർഷം നാട്ടിലേക്ക് വന്നു. 4 വർഷം നാട്ടിലോട്ട് വന്നില്ല. നാട്ടിൽ ഒരു പ്രാവശ്യം വന്നുള്ളൂ. ഒരു 1.5 മാസം നിന്നതേ ഉള്ളൂ. 3 മാസം. എത്ര കാലം കഴിഞ്ഞിട്ട്? 15 വർഷമായി വന്നിട്ട് പോയിട്ട്. അപ്പോൾ എന്താണ് അജിനുള്ള പ്രശ്നം? നമ്മുടെ അറിവിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇപ്പൊ വിളിക്കുന്നുമില്ല, ഒരു വിവരം. എത്ര കാലമായി വിളിയിൽ നിന്നിട്ട്? വിളി ഏതാണ്ട് ഒരു 10-12 വർഷം കൊണ്ടേ വിളിയില്ല. വിളിയില്ല. നിങ്ങൾ അന്വേഷിച്ചൊന്നുമില്ല? അവിടെ എത്രയോ ആളുകൾ അവിടെ അന്വേഷിച്ചു. ഇവിടെ കൂട്ടുകാരൊക്കെ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ കണ്ട് വിളിച്ചവനുമായിട്ട് ബന്ധപ്പെടുകയോ അവിടെ ഉണ്ട്. പിന്നെ അവർ പോരാൻ നേരം പിന്നെ പുള്ളി പറഞ്ഞു, നീ വരുന്നു, നാട്ടിലേക്ക് വരുന്നെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അച്ഛനമ്മയും കാണുന്നെങ്കിൽ ഞാൻ വന്നോളാം, നീ ഇങ്ങോട്ട് വാട്ടിന് പോകുന്നു പറഞ്ഞു. മറ്റവരെ 2 പള്ളി പറയാതെ ചെയ്തു. അവരെ കൊണ്ട് പിന്നെ
കൂടുതലൊന്നും അതിനകത്ത് പ്രസ് ചെയ്ത് സംസാരിച്ചില്ല. അജിയുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണ്? ആള് വീട്ടിൽ വളരെ ഡീസൻ്റ് ആയിരുന്നു. മറ്റു മക്കളിൽ നിന്നൊക്കെ. പഠിച്ചിട്ടുണ്ട് അയാൾ SLC വരെ പോയി, 6th വരെ പോയി. അപ്പോൾ കല്യാണത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. കല്യാണം കഴിച്ചായിട്ടൊന്നും ഒരു അറിവുമില്ല. നമ്മുടെ ഇവൻ ഇളയവൻ അവിടെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഓക്കെ, അവിടെ അവൻ്റെ ഇളയവനും മൂത്തവനും കല്യാണം കഴിച്ചു. അവരൊക്കെ എവിടെ? അവർ നാട്ടിൽ തന്നെ ഉണ്ട്. കാരണമൊന്നുമില്ല അല്ലേ? കാരണമൊന്നുമില്ല. ഇപ്പോൾ സ്നേഹിതന്മാർ കണ്ടു എന്ന് പറഞ്ഞാൽ എത്ര കാലമാണ്? അത് കണ്ടെന്ന് പറഞ്ഞിട്ട് 5-6 വർഷം മേലായി, 5-8 വർഷം മേലായി. അപ്പോൾ അയാളവിടെ ഉണ്ട്, ആളവിടെ സ്ഥലത്തുണ്ട്. അതൊന്നും ഉറപ്പാണ്. അത് ഉറപ്പാണ്. ആൾ സ്ഥലത്തുണ്ട്. പിന്നെ സ്വന്തമായിട്ട് കമ്പനി ജോലിയുണ്ട്. കൂടാതെ AC എയർ കണ്ടീഷൻ്റെ വർക്ക്ഷോപ്പ് സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ പൈസയൊക്കെ ഉണ്ട്. എന്തോ ആൾ വരുന്നുമില്ല, ഒരു വിവരവും അറിയുന്നുമില്ല, ഒന്ന് ഫോണിൽ പോലും ബന്ധപ്പെടുന്നില്ല. അമ്മ എന്താ ഒന്നും ഉണ്ടാതിരിക്കണം? എന്തെങ്കിലും പറയണ്ട. ഞാനെന്തോ പറയാനാ, ഞാൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുവല്ലേ. നിങ്ങൾ സാമ്പത്തികമൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളവരല്ല. സാമ്പത്തികമായിട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് അവൻ്റെ ഒന്നും വേണ്ട, അവനെ ഒന്ന് കണ്ടാൽ മതി. തന്തയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല, പെൻഷൻ പറ്റി. കിട്ടുന്ന കാശ് എൻ്റെ ആശുപത്രി കൊടുക്കാനേ ഉള്ളൂ എൻ്റെ കാര്യം. എപ്പോ ഓട്ടം നോക്കിയിരുന്നു കരച്ചില്ല. അതുകൊണ്ട് എപ്പം തട്ടവും പോയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞങ്ങളെ ഒന്ന് കണ്ടാൽ മതി, അവൻ്റെ ഒന്നും വേണ്ട. ജിസാനിലെ പ്രവാസലോകം പ്രവർത്തകരോട് അജികുമാറിനോടും കൂടിയാണ്. എന്താ അജി കണ്ടില്ലേ? 15 വർഷമായി നിങ്ങൾ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. നിങ്ങൾ നല്ല സൗകര്യത്തിൽ അവിടെ കഴിയുക. എന്താ കാരണം അജി? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ ഈ 15 കൊല്ലമായിട്ട് വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാരണം എന്താ? നിങ്ങളെ പോറ്റു വളർത്തിയ മാതാപിതാക്കൾ, നിങ്ങളെ കാത്തിരിക്കുന്ന കുടുംബം, നിങ്ങൾ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ഒരു വിവാഹം കഴിച്ച് കുടുംബമാവേണ്ട കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ നല്ല സൗകര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ എന്തോ നിങ്ങളെ അലട്ടുന്ന എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊരു ദുസ്വഭാവം ഇല്ല എന്ന് പറയുന്നു. അവർക്ക് അത്തരത്തിലുള്ള ഒരു പരാതികളും നിങ്ങളെക്കുറിച്ചിട്ടില്ല. എന്താണ് അജിക്ക് സംഭവിക്കുന്നത്? ഇപ്പോൾ എൻ്റെ മുന്നിൽ മുമ്പ് വന്ന പല പ്രശ്നങ്ങളും അവർ അടിമകളെപ്പോലെ ജോലി ചെയ്യുകയും തടവുകാർ പോലെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നവരാണ്. അതൊന്നുമല്ല അജിയുടെ സംഭവം. അജി കൃത്യമായിട്ട് ജോലിയുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. 15 വർഷമായിട്ട് കുടുംബത്തോട് യാതൊരു തരത്തിലുള്ള അടുപ്പല്ല. അജിനെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. ജിസാനിലുള്ള പ്രവാസലോകം പ്രേക്ഷകരോടും പ്രവർത്തകരും അവിടെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ട്. കാരണം നമ്മുടെ സഹോദരങ്ങൾ തൊട്ടടുത്ത് നിങ്ങളോടൊപ്പം ജോലി ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹം എന്താണ് ചെയ്യുന്നതും കൂടി അറിയണ്ടേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊക്കെ. അപ്പോൾ അജിയുടെ സുഹൃത്തുക്കൾ ചോദിക്കണം, എന്താണ് അജി ഇങ്ങനെ പ്രവാസ ലോകത്തിലേക്കൊക്കെ പോകേണ്ടതുണ്ടോ? അമ്മയും അച്ഛനൊക്കെ അതിൻ്റെ ഒക്കെ ഒരു വെറുതെ ഒരു ആവശ്യമില്ലല്ലോ. അജി വന്നിട്ട് നാട്ടിൽ ഒന്ന് കണ്ട് ഒന്ന് ഭംഗിയായിട്ടൊരു കല്യാണം കഴിച്ചു കൊടുക്കണം വന്നാൽ. എന്നിട്ട് അജി ഒന്ന് കുടുംബമാവും. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറേ കൂടി ഒരു ചിട്ടയിലും വട്ടത്തിലൊക്കെ ആവും. വേറൊരു കാരണമില്ല. അപ്പോൾ നമുക്കിപ്പോൾ അജി ജീവിച്ചിരിക്കുന്നുണ്ട്, അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അജിക്ക് വരാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പ്രവാസലോകം പ്രവർത്തകരൊന്ന് അന്വേഷിച്ചിട്ട് അജിയുടെ അടുത്ത് പോയി കാര്യങ്ങൾ കണ്ട് ഒന്ന് ഞങ്ങൾ അറിയിക്കണം, അജിയുടെ വീട്ടുകാരറിയിക്കണം. അജി എങ്ങനെയും വിളിച്ചാൽ മതി, ഇതൊക്കെ തീർന്നു, ഒരു ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലേക്ക് വാ, കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ച് ശരിയാക്കാം. അച്ഛനും ഒക്കെ വയസ്സായില്ലേ, പാവങ്ങൾ, മരുന്നിന് തന്നെ ബുദ്ധിമുട്ട് കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്ന് അമ്മ പറയുന്നത്. അപ്പം അജി വരണം. എല്ലാവരും അജിനെ പറഞ്ഞ് നാട്ടിലേക്ക് അയക്കണം. ജിസാനിലുള്ള പൊതുപ്രവർത്തകർ,
മനുഷ്യ സ്നേഹികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് അജിനെ നാട്ടിലേക്ക് അയക്കണം എന്നാണ്. നിങ്ങൾ രണ്ടുപേരും വരും ഏട്ടാ. അജി വരും, ഉറപ്പായിട്ട് വരും. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ തേടിക്കൊണ്ടുള്ളൊരു യാത്രയാണ് പ്രവാസ ലോകം നടത്തുന്നത്. ഇത് തികച്ചും സൗജന്യമാണ്. കാണാതാകുന്നവരുടെ ഫോട്ടോ, അയക്കുന്ന ആളുടെ വിശദമായ ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസ ലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. പ്രവാസ ലോകത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഭൂരിഭാഗം കഥകളും സൃഷ്ടിക്കപ്പെടുന്നവയാണ്. ഇതിൽ കുറേയൊക്കെ കുടുംബത്തിലെ ചില ആളുകൾ ശ്രമിച്ചാൽ ഒരുപക്ഷെ പകുതിയോളം പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേയുള്ളൂ. ഇവിടെ വേദനിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഉത്തരം തേടാൻ കഴിയണേ, ഉത്തരം കിട്ടണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ ആഴ്ചയിലെ പ്രവാസ ലോകം പൂർണ്ണമാകുന്നത്. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും പ്രവാസ ലോകത്തിലൂടെ. നന്ദി, നമസ്കാരം.